പെട്ടെന്ന് ഞാൻ ഒന്ന് കോലടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. പോകാൻ 2-3 കാരണങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ മെല്ലെ മെല്ലെ വീഡിയോസിൽ ഇട്ടുണ്ടാവും. അങ്ങനെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബാഗ് എടുത്തത് തന്നെ 12 മണിയായിട്ടാവും. അങ്ങനെ നീരവൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോണത്. 2 ദിവസത്തേക്കുള്ള പോക്കേ ഉള്ളൂ. എങ്കിലും മഴയൊക്കെ അല്ലേ, ഇനിയിപ്പോൾ ഉണങ്ങി കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ട്. തണുപ്പത്ത് ഇനിയിപ്പോൾ കാലുമ്പോൾ തണുപ്പ് കാരണം ട്രൗസറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. നീരവൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത്. പിന്നെ കുറച്ച് ചക്ക ഇന്നലെ മാലതീച്ച് തന്നൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, പ്ലാസ്റ്റിക് ഡപ്പകൾ, അതിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വെച്ചു. എൻ്റെ വീട്ടിൽ ഇപ്രാവശ്യം ചക്ക കിട്ടിയിട്ടില്ല എന്നൊക്കെ അമ്മ ഒരു പരാതി പറയണ കേട്ടു. അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ ആവണ്ട, അതും കൂടെ ആയി. ഇപ്രാവശ്യം ഇനി ചക്ക കിട്ടാത്തൊരു വിഷമം വേണ്ട വെച്ച് 2 ചോള ഉണ്ടായിരുന്നുള്ളൂ, അത് ഫില്ല് ചെയ്തു. പിന്നെ അതേ കുറച്ച് മാങ്ങ പഴുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് തൊട്ടിട്ടുണ്ടായിരുന്നില്ല, 2 ദിവസമായിട്ട് ഇരിക്കണം, നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു. അതെന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ വീട്ടിലേക്ക് അതും എടുത്ത് കൊണ്ടുപോകാം, പാത്രം ഉണ്ടല്ലോ വെച്ചിട്ട് അതും കൂടെ ഒന്ന് പാത്രത്തിലാക്കി. അങ്ങനെ ഇവിടെ മാങ്ങയില്ലാത്ത കുറ്റൊന്നുമില്ല കേട്ടോ. എങ്കിലും ഞാൻ പഴുത്ത മാങ്ങയല്ല, ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചോട്ടെ വെച്ചിട്ട് അങ്ങനെ എടുത്തതാട്ടോ. സനേഷേട്ടൻ്റെ ഈ വലിയൊരു ബാഗുള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര ധൈര്യത്തിലെല്ലാം കൂടി ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോണ്. എല്ലാം കൂടെ ഒരു സെറ്റപ്പിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. അങ്ങനെ പിന്നെ അതാ കുറച്ച് വിനാഗിരി, അത് ഇവിടെ വിനാഗിരി ഇല്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സാലഡോ ബിരിയാണി റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് അതും കൂടി എടുത്തതാണ് കേട്ടോ. ഇരവിൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. കാരണം നമ്മളിനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ അവൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഇവിടെ മിനിയാൻ്റോടും സത്യമാമോടും എല്ലാവരോടും യാത്ര പറയണ കേട്ടോ. ഞാൻ കോളേജിലേക്ക് പോവാ, സുധീർ അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ റെഡിയാക്കണതിൻ്റെ ഇടയിൽ അവൻ ബെൽറ്റ് കൊണ്ടുവന്നിട്ട് എനിക്ക് ബെൽറ്റ് ഇടാൻ പറ്റണ പാൻറ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ അത് കുറയ്ക്കേണ്ട വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. കുട്ടി ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ പറയണതേ. അപ്പോഴാട്ടോ പാൻറ്റൊക്കെ ചെറുതാവാൻ തുടങ്ങിയിട്ടുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. അവൻ നീളം വെക്കിട്ടുണ്ട് തോന്നുന്നു, അതിൻ്റേതാണ് ഈ മാറ്റങ്ങൾ. ഡ്രസ്സുകളൊക്കെ ഇനി വേഗം വേഗം ഇട്ട് ചെറുതാക്കി കൊടുക്കണം. പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി. ഞങ്ങൾ 2 ആളും പച്ചക്കുട്ടികളാണ് കേട്ടോ. ഒന്ന് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളിതേ പോകുമ്പോഴാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു വീടിൻ്റെ മുകളിൽ ഇങ്ങനെ മയിൽ കിടന്ന് കരയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നീരവിനെ നോക്കിയിട്ട് നീരവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ലീനുവിനെ കണ്ടു കേട്ടോ. ഞങ്ങളുടെ ടൈലറിങ് ക്ലാസ്സിന് വന്നു കിടന്ന കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ച് കിടക്കണുണ്ട്. അപ്പോൾ ഷോളുകൊണ്ട് മുഖം പൊത്തുകയാണേ. അവന് എന്തായാലും എടുക്കാൻ വെച്ചിട്ട് മുഖമൊക്കെ ഇങ്ങനെ പൊത്തി നടക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രോക്ക് നൈറ്റി കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്തതാട്ടോ. എനിക്ക് ഡ്രസ്സിനോടുള്ളൊരു പ്രാന്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ബസ്സൊക്കെ കയറി അവന് നല്ലൊരു സീറ്റും കിട്ടി. ഞങ്ങളിങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് എല്ലാ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.